ഞാൻ പറയാം. നിനക്ക് വേണമെങ്കിലേ എന്നെ കൊന്നു. നിന്നെ അവനെയും ഞാൻ വെറുതെ വിടില്ല. എടോ, താൻ വിഷമിക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും അനുപേട്ടന് നമ്മള് അവന്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കില്ല. അവന്റെ മുഖത്തൊക്കെ ഞാനത് പറയുകയും ചെയ്തു. എന്തിനാ താൻ കരയുന്നേ? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ഈ തല്ല് കിട്ടിയത് അതൊന്നും സാരമില്ല. ദേ, 2 തല്ല് വാങ്ങാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടോ. താൻ പേടിക്കണ്ട. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും അനുപേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും. എനിക്ക് വേണ്ടി സച്ചേട്ടൻ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കു വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യേണ്ടത്? എന്റെ കുടുംബത്തിനെ പൊന്നുപോലെ എത്താൻ നോക്കുന്നത്. അപ്പൊ പിന്നെ തന്റെ കുടുംബത്തിലൊരു പ്രശ്നം വന്നാ അത് എന്റെ കൂടി പ്രശ്നമല്ലേ? തന്റെ വീടും എന്റെ വീടും രണ്ടല്ല, അതൊന്നാണ്. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കും. താൻ ധൈര്യമായിട്ടിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സച്ചേട്ടാ. നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ അപകടത്തിലാ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും അത് വലിയൊരു ഭീഷണിയായിട്ട് മാറും. ഇത്രയും കാലം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. താൻ വിഷമിക്കണ്ട. ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും. വക്കീൽ വഴി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ആ ചെങ്കൽ മധുവിനെ പോയി നേരിട്ട് കാണും. അയാളുടെ ഉള്ളില് കുറച്ചൊക്കെ മനുഷ്യത്വം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിയ സമയത്ത് ഗുണ്ടകളോ ഒന്ന് തടഞ്ഞപ്പോ അയാൾ നമ്മളെ വിടില്ലായിരുന്നു. അയാളിന് നന്മ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ സച്ചേട്ടൻ ഇങ്ങനെ ഉപദ്രവിക്കുമായിരുന്നോ? ക്രിമിനൽസ് അവരെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. അയാളുടെ മുമ്പിൽ ചെന്ന് നിന്ന് അയാളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വർത്താനം പറഞ്ഞതുകൊണ്ടാ അയാൾ എന്നെ ഉപദ്രവിച്ചത്. സ്വന്തം സഹോദരിയുടെ മരണത്തിന് കാരണക്കാരായ ആളുകളോടാ അയാളുടെ പ്രതികാരം. അല്ലാതെ എന്നോട് അയാൾക്ക് എന്ത് പ്രതികാരം? ഗർഭിണിയായ അയാളുടെ സഹോദരിയെ അയാള് അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. സ്ത്രീകളോട് അയാൾക്ക് നല്ല ബഹുമാനമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ അയാൾക്ക് കാര്യം മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും നാളത്തോടുകൂടി ഞാൻ ഈ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കും. നീ ഇത്രയ്ക്ക് സ്വാർത്ഥി ആവരുത് സ്നേഹേ. അർച്ചനടുത്ത് നിനക്ക് വേണ്ടി ചെയ്തു തന്നതൊക്കെ നീ മറക്കുന്നു. എനിക്ക് പക്ഷെ അങ്ങനെ മറക്കാൻ കഴിയില്ല. ഞാനും മറന്നിട്ടില്ല. എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം എന്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അതിനിടയിൽ ധനുഷിന് കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അർച്ചനടുത്തിയെ സഹായിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ കടമയാ. സഹായിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
ജീവൻ പണയപ്പെടുത്തിയുള്ള ഒരു സഹായവും വേണ്ട. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, വഴിയില മധുവിന്റെ ആൾക്കാർ അവർ തടഞ്ഞത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. ധനുഷും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? ധനുഷിന്റെ സ്വഭാവം കുറച്ചൊക്കെ എനിക്കും കൂടെ അറിയുന്നതല്ലേ. ആ ഗുണ്ടകളോട് എന്തെങ്കിലും വഴക്കുണ്ടാവും, അത് പിന്നെ തല്ലാവും, പിന്നെ പോലീസ് കേസാവും. എനിക്ക് സമാധാനം ഇല്ലാണ്ടാവും. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യം നോക്കി സമാധാനത്തോടെ ജീവിച്ചാ മതി. കൊള്ളാം, ഇങ്ങനെ തന്നെ വേണം. അവനവന്റെ കാര്യത്തിന് ആരെയും ഉപയോഗിക്കാം, ആരുടെയും എന്ത് സഹായം വേണമെങ്കിലും സ്വീകരിക്കാം. ഒരു നാണോ ഇല്ലാതെ അതെല്ലാം വാങ്ങി അങ്ങ് അനുഭവിക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടി അവര് കഷ്ടപ്പെട്ടതും നമ്മളെ സഹായിച്ചതുമൊക്കെ വളരെ ഈസി ആയിട്ട് അങ്ങ് മറക്കാം. തിരിച്ചു സഹായിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോ കണ്ണടച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലും മാറി നിൽക്കാം. നന്ദിയില്ലായ്മയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് അതിനപ്പുറം. അത് ഞാൻ അങ്ങ് സഹിച്ചു. ധനുഷേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ മനസ്സാകെ കൈവിട്ട് നിൽക്കുക. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. എന്റെ സമ്മതമില്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ അവരെ സഹായിക്കാൻ പോയാ ഇല്ലേ, ഞാൻ ഒന്നിനും പോകുന്നില്ല. ഈ നാട്ടുകാരനെ അല്ലാന്ന മട്ടിൽ ഞാൻ ജീവിച്ചോളാം. ഇവിടെ നടക്കുന്ന ഒന്നും കണ്ടില്ലെന്ന് നടിച്ചോളാം. പോരെ? ഇവളോട് വാശി പിടിച്ചിട്ട് കാര്യമില്ല. തന്ത്രപൂർവ്വം സംസാരിച്ചാൽ മാത്രമേ ഇവളെ വീഴ്ത്താൻ പറ്റൂ. എടോ, താൻ വിഷമിക്കണ്ട. ഇനി ഞാൻ ഒരു കാര്യത്തിനും പോകുന്നില്ല. പറയുന്നത് അതുപോലെ കേട്ടനുസരിച്ചോളാം. ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ അവരെ സഹായിക്കാൻ പോകേണ്ടതുള്ളൂ. ആ, ഞാൻ കുറച്ചു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് വിഷമവും വേണ്ട, എനിക്കവരെ സഹായിക്കാൻ പോവാൻ വേണ്ട. അതിന് ധനുഷോടെ പോന്നു. നന്ദേട്ടൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ബാംഗ്ലൂര്. അത് ക്യാൻസൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ഇനി ഞാനത് ക്യാൻസൽ ചെയ്യുന്നില്ല. നന്ദേട്ടന് പകരം ആ ബിസിനസ് മീറ്റിങ്ങിന് ഞാൻ തന്നെ പോകാൻ തീരുമാനിച്ചു. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. എനിക്ക് ഒഴിവ് പറയാൻ അതൊരു കാരണമാവുകയും ചെയ്യും. എന്താ, എൻ്റെ ഐഡിയ കറക്റ്റ് അല്ലേ? അപ്പൊ ബുദ്ധി ഉദിച്ചു തുടങ്ങി. നിന്റെ കൂടെയല്ലേ താമസം, അപ്പൊ ബുദ്ധി ഉദിക്കാതെ പറ്റില്ലല്ലോ. ധനുഷ് പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. നന്ദിയില്ലാത്ത ലോകമേ, സുന്ദരമായ ഈ സൃഷ്ടിക്കുള്ളിൽ കുത്തി നിറച്ചു വച്ചിരിക്കുന്നത് അസൂയയും കുശുമ്പുമാണല്ലോ. ലോകത്തിലുള്ള ഭർത്താക്കന്മാരെല്ലാം കള്ളന്മാരാകുന്നത് ഇതുകൊണ്ടാ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ചേച്ചിക്കും സച്ചേട്ടനുള്ള ചായ ഒഴിച്ചു വെച്ചാൽ മതി, ഞാൻ എടുത്തു കൊടുത്തോളാം. ആദരേ, അവർക്കുള്ള ചായ ഞാൻ തന്നെ കൊണ്ടുകൊടുത്തോളാം. ഓ ശരി. സച്ചേട്ടാ,
ഞാൻ നിങ്ങൾക്കുള്ള ചായയും കൊണ്ട് അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. ആണോ? എന്നാ പിന്നെ അതിങ്ങ് തന്നേക്ക്. സച്ചേട്ടാ, ഉം? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. ഞാൻ പറയുമ്പോൾ സച്ചേട്ടൻ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് പറയാൻ സച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. ധനുഷിനോട് പറഞ്ഞ കേക്കില്ല. എടുത്തു ചേടി എന്തും ചെയ്യുന്ന സ്വഭാവമാണ്. നീ കാര്യം പറ. ഞാൻ ആകെ വിഷമത്തിലാ. എന്താ നിന്റെ വിഷമം? സച്ചേട്ടൻ അറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മോളെ, നീ എന്തിനാ അത് മാത്രം ഓർത്തിരിക്കുന്നേ? ലോകത്ത് അബോർഷൻ ഉണ്ടാവുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. ദിവസേന ഹോസ്പിറ്റലുകളിൽ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. ഓരോരുത്തരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ടെൻഷൻ കൊണ്ടുമൊക്കെ ഇത് സംഭവിക്കാം. ഇപ്പം നഷ്ടപ്പെട്ടതിന് പകരമായി ദൈവം നിങ്ങൾക്ക് ഇനിയും നല്ല കുഞ്ഞുങ്ങളെ തരും. അതൊക്കെ ശരിയാ. പക്ഷേ ധനുഷിന്റെ കാര്യത്തിലാ ഇപ്പം എൻ്റെ പേടി മുഴുവൻ. എന്ത് പേടി? ഏട്ടൻ പറഞ്ഞതുപോലെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ നിന്ന് ഞാൻ കരകയറി വരുന്നതേ ഉള്ളൂ. ഇനി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നഷ്ടപ്പെടാൻ എനിക്കാവില്ല. നിങ്ങളായിട്ട് ധനുഷിനെ എനിക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അർച്ചനയെടുത്തി ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ പോയി ചാടുന്നുമുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ സച്ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാം എനിക്കറിയാം. പക്ഷേ അതിനിടയിലേക്ക് നിങ്ങൾ ധനുഷിനെ വലിച്ചിടരുത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ധനുഷിനെ വിളിക്കരുത്. എനിക്ക് പേടിയാ. ധനുഷ് കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ആരുമില്ല. നീ പേടിക്കണ്ട. ഇനി ധനുഷിനെ ഞങ്ങൾ ഒരു കാര്യത്തിനും വിളിക്കില്ല. ധനുഷ് നല്ല സ്നേഹമുള്ളവനാ, സഹായിക്കാൻ മനസ്സുള്ളവനാ. അപ്പോ ചില കാര്യങ്ങളിൽ ധനുഷ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അത് നിനക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി ധനുഷിനെ ഞങ്ങൾ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കില്ല. ഇനി നിന്റെ ജീവിതത്തിൽ ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? നീ എന്തൊക്കെയാ സച്ചേട്ടനോട് പറയുന്നത്? ഇന്നലെ രാത്രി നമ്മളെല്ലാം സംസാരിച്ചതല്ലേ? എന്നാലും ഇത് പറയേണ്ട കടമ എനിക്കുണ്ട്. ഞാൻ ധനുഷിന്റെ ഭാര്യയാണ്. പക്ഷെ എൻ്റെ ഏട്ടനോട് ഞാനിപ്പോൾ സംസാരിച്ചത്. ധനുഷേ, ഇതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കില്ല. കൊള്ളാം, നല്ല അനീതി തന്നെ. ആരും തിരിഞ്ഞു നോക്കാതെ ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോ നിന്നെ നോക്കിയത് എന്റെ ചേച്ചിയാ. അപ്പൊ ഈ പറയുന്ന ധനുഷ് പോലും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിനക്ക് എന്റെ ചേച്ചി വേണമായിരുന്നു. സ്വന്തം കാര്യം പോലും മറന്നിട്ടാ എന്റെ ചേച്ചി നിന്നെ നോക്കിയത്. നിന്റെ അസുഖം മാറുന്നത് വരെ ചേച്ചി നിന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ അവർക്കൊരാവശ്യം വന്നപ്പോ നിനക്ക് സഹായിക്കാൻ മനസ്സില്ല. അത് പോരാഞ്ഞിട്ട് ധനുഷിനെയും കൂടെ തടയുന്നു. എന്നിട്ട് തന്ത്രപരമായി സച്ചേട്ടനോട് ഇനി ധനുഷിനെ ഒന്നിനും വിളിക്കരുതെന്ന് പറയുന്നു. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അർച്ചനയെടുത്തി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ എൻ്റെ അവസ്ഥ ഇപ്പം ഇതാ. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അവരുത്. എനിക്കത് നോക്കിയേ പറ്റൂ. നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. സ്നേഹക്കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു ഭാര്യയായാലും ഭർത്താവിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറയൂ. ചിലരത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും. സ്നേഹം ഇത് തുറന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ. ധനുഷിനെ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. സഹായിക്കാൻ മനസ്സുള്ള ആളെ ധനുഷ്. അനുവേട്ടന്റെ കാര്യത്തിൽ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി ഒരു കാര്യത്തിനും ഞാൻ ധനുഷിനെ വിളിക്കില്ല. പോരെ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേത് മാത്രമാണ്. അതിലെപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ.
സച്ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിലും ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അല്പം വിഷമിച്ചാൽ സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മാറിക്കോളും. ഇല്ലെങ്കിൽ ഞാൻ വിഷമിക്കേണ്ടി വരും. ധനുഷ് വാ. സച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? സ്നേഹ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? അവൾക്ക് വേണ്ടി താൻ എന്തെല്ലാം ചെയ്തു, എന്നിട്ട് അവൾക്കിപ്പം തന്നെ വിശ്വാസമില്ലത്രേ. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പറയൂ. എന്നാലും സച്ചേട്ടാ, നമ്മൾ സഹായിക്കുന്നവരെല്ലാം നമ്മളെ തിരിച്ച് സഹായിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നു. ചതിയും വഞ്ചനയും ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. എടോ, എന്നാലൊരു നന്ദി വേണ്ടേ? എന്തിന്? ഈ ലോകത്തെ എല്ലാവർക്കും ഏറ്റവും വലുത് അവരവരുടെ കാര്യങ്ങളാണ്. അതിനപ്പുറം ഒന്നുമില്ല. സ്വന്തം ചോരയ്ക്ക് മുറിവ് പറ്റുന്നവരെ മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും സ്നേഹവും സൗഹൃദവും ഇല്ല. അത് കഴിഞ്ഞ പിന്നെ ആർക്കും ആരോടും ഒരു ആത്മാർത്ഥതയും ഉണ്ടാവില്ല. അവളെന്റെ പെങ്ങളായിപ്പോയി. അവളുടെ മാനസികാവസ്ഥ കൂടി സച്ചിൻ നിന്ന് മനസ്സിലാക്കണം. ആദ്യം അവളുടെ കുഞ്ഞുപോയി, ഇനി ആകെയുള്ളത് ധനുഷ. ഇങ്ങനൊരവസ്ഥയിൽ ഏത് പെണ്ണ നോർമലായി പ്രതികരിക്കുക? ഇങ്ങനെ ചിന്തിക്കാനും പ്രതികരിക്കാനും തനിക്ക് കഴിയുന്നുണ്ടല്ലോ, പിന്നെ അവൾക്കെന്താ കഴിയാത്തത്? ധനുഷിനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട. നമ്മുടെ കാര്യത്തിന് വെറുതെ എന്തിനാ ധനുഷിനെ ബലിയാടാക്കുന്നത്? ഇനി അവനും കൂടി എന്തെങ്കിലും സംഭവിച്ചു പോയാ സ്നേഹയ്ക്ക് പിന്നെ ആരാ ഉള്ളേ? ഇനി ഒരു കാര്യത്തിനും നമുക്ക് ധനുഷിനെ വിളിക്കണ്ട. നമ്മൾ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അന്വേഷിച്ചവര് ഇവിടേക്ക് കയറി വരുമെന്ന എന്റെ പേടി. എനിക്കും ആ പേടിയുണ്ട്. ആ ഗുണ്ടകൾ ഇവിടെ വന്ന് കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ അച്ഛൻ പോലും നമ്മുടെ കൂടെ നിൽക്കില്ല. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിക്കണം. എങ്ങനെ അവസാനിപ്പിക്കാൻ? അനുപേട്ടനെ കിട്ടാതെ ഒരു കോംപ്രമൈസിനും അവർ തയ്യാറാവില്ലെന്നാ പറഞ്ഞത്. അത് നടക്കാത്ത കാര്യം. അതാ ചെങ്കൽ മധുവിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ നമ്മുടെ പിന്നാലെ ഇനിയും വരും. അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറ് വിളിക്കുന്നേ. എടുത്ത് സംസാരിക്കാം. സാർ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ഹലോ, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വരണം. എന്താ സാർ കാര്യം? കോംപ്രമൈസിനുള്ള എന്തെങ്കിലും വഴി തെളിഞ്ഞോ? കോംപ്രമൈസ് ഒന്നും നടക്കില്ല. ഞാൻ അതിനുവേണ്ടി നന്നായി ശ്രമിച്ചു നോക്കി. നിങ്ങളോട് വേറൊരു കാര്യത്തിന് വരാൻ പറഞ്ഞത്. എന്താ സാർ? അനൂപിനെ ജാമ്യത്തിലിറക്കാനുള്ള ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. സത്യമാണോ സാർ? അനുപേട്ടനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? ജാമ്യം കിട്ടാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ വന്നിട്ട് നേരിട്ട് പറയാം. ഞാനിപ്പോ വരാം സാർ. സാർ എന്താ പറഞ്ഞേ? അനുപേട്ടന് ജാമ്യം കിട്ടും. ആ കാര്യം സംസാരിക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനും കൂടി വരാം. ഏയ് വേണ്ട, ഈ അവസ്ഥയില് താൻ എങ്ങോട്ട് യാത്ര ചെയ്യണ്ട. ഞാൻ പോയി വക്കീലിനോട് സംസാരിക്കാം. ഈ അവസ്ഥയില് താൻ ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട. എനിക്കൊരു കുഴപ്പമില്ല. സച്ചേട്ടൻ ഒറ്റയ്ക്ക് പോയി ശരിയാവില്ല. ഞാനും കൂടി വരാം. എന്താ, എനിക്ക് ഒറ്റയ്ക്ക് വക്കീലിനോട് പോയി സംസാരിക്കാൻ കഴിവില്ലെന്നാണോ താൻ പറയുന്നത്? അതല്ല, സച്ചേട്ടൻ ഒറ്റയ്ക്ക് പോയ പിന്നെ എനിക്ക് സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എവിടേക്കായാലും സച്ചേട്ടനൊപ്പം ഞാനും ഉണ്ടാവും. എടോ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി വന്നതേ ഉള്ളൂ. താനാകെ ക്ഷീണിച്ചിട്ടുമുണ്ട്. ഇപ്പൊ താൻ എങ്ങോട്ടും വരണ്ട. എല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ആദ്യം വക്കീലിന്റെ പ്ലാൻ എന്താണെന്നറിയണം. ഇല്ല സച്ചേട്ടാ, ഞാനും വരും. എനിക്ക് വന്നേ പറ്റൂ. താനിങ്ങനെ നിർബന്ധം പിടിക്കരുത്. നമ്മുടെ ജീവനാ തന്റെ വയറ്റിൽ, അത് മറക്കരുത്. അതുപോലെ തന്നെയല്ലേ സച്ചേട്ടാ നമുക്ക് അനൂപേട്ടനും. താൻ പറയുന്നത് ശരിയാണ്. പക്ഷേ
ഒരു പക്ഷേയില്ല. വക്കീലിനെ കാണാൻ നമ്മൾ ഒരുമിച്ച് പോകുന്നു. അതിലൊരു മാറ്റമില്ല. സച്ചയുടെ വേഗം റെഡിയാവാൻ നോക്ക്.